ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഹാരജമന്തി എന്നും ചില സ്ഥലങ്ങളിൽ ജമന്തി എന്നും പറയാറുണ്ട്. ഈ ഫ്ലവർ ഇത് നമ്മൾ ഹൈബ്രിഡാണ്. ഹൈബ്രിഡിൽ നിന്ന് എങ്ങനെ നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ച് നാടൻ ടൈപ്പ് കണക്കാക്കാം എന്നുള്ളതാണ്. ഒരുപാട് പേര് വാങ്ങിച്ചിട്ട് ഞാനും അങ്ങനെയാണ് ഒരുപാട് വാങ്ങിച്ച് അത്രയും അഴുകി പോരണം പോലും പിടിപ്പിച്ചെടുക്കാൻ പറ്റൂലായിരുന്നു. ഇപ്പം ഞാൻ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിടിപ്പിച്ച് ഇപ്പോൾ ഒരുപാട് പ്ലാന്റ് ആയിട്ടുണ്ട്. അതെങ്ങനെയാണ് ഞാൻ പിടിപ്പിച്ചതെന്നൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. മുമ്പ് വീഡിയോയിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഈ റെഡൊക്കെ ഹൈബ്രിഡ് നമ്മൾ വാങ്ങിച്ച് വച്ചതാണ്. ഇത് അതുപോലെ ഒരു കട്ട വയലറ്റ്, ഇത് ഇപ്പോൾ നാടൻ ടൈപ്പായി നമുക്ക് പിടിച്ച് കിട്ടുകയും ചെയ്യുന്നു. നല്ല നിറയെ തൈകൾ, നല്ല ബുഷിയായിട്ട് നിറയെ തൈകൾ പൊട്ടി വരണുണ്ട്. നല്ല ഭംഗിയായിട്ട്. ഇത് മുമ്പ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഹൈബ്രിഡിൽ നിന്ന് ഞാൻ തൈ കട്ടിങ് മാറ്റി വെച്ചിട്ട് എനിക്കായി കിട്ടിയാണ്. ഇതിലിപ്പോൾ നിറയെ തൈകളും എല്ലാത്തിലും ഫ്ലവറായി വരണതേ ഉള്ളൂ. മൊട്ടാണേ വിടർന്ന് വരണതേ ഉള്ളൂ. ഇനി ഇതിപ്പോൾ ഇതൊരു പിങ്ക് കളർ, നല്ല ഒരു വയലറ്റ് അല്ല, ഒരു പിങ്ക് കളറ്, ഒരു വയലറ്റ്, ഒരു പിങ്കും അല്ല, വയലറ്റിൽ ഒരു ഇളം കളറായിട്ട്. ഇത് നല്ല ഡാർക്ക് കളറാണ്, നല്ല ബീട്രൂട്ട് കളർ കണക്ക് നല്ല ഡാർക്കുമാണ്. ഇതൊരു ഇളം കളറുമാണ്. ഇനി ഒരു ഓറഞ്ചും റെഡും കൂടെ കലർന്ന ഒരു കളർ കൂടെ ഉണ്ട്. അതിൽ ചെടി തോനെയുണ്ട്, നല്ല ബുഷിയായിട്ട് വരണുണ്ട്. പക്ഷേ ഫ്ലവർ ആയിട്ടില്ല. അത് ഫ്ലവർ ആകുമ്പം കാണിക്കാം. ഇതിപ്പം അതിൻ്റെയൊക്കെ തൈ ഞാൻ മാറ്റി കണ്ട നല്ല ബുഷിയായിട്ട് തൈ മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ കൂടുതൽ നമുക്കിതിൻ്റെ തൈയാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെച്ചതുകൊണ്ട് നമുക്ക് കിട്ടി. ഈ റെഡിൻ്റെയൊക്കെ നമുക്കിതാ ചുവട് നോക്കിയറിയാം, തൈ വലുതായിട്ടില്ല. നമുക്കിനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഇതിൽ നിന്ന് റെഡിൽ നിന്ന് നമുക്ക് ശരിക്കും തൈ കിട്ടും. ഇതുപോലെ ആയിരുന്നു മുമ്പ് എനിക്കിത്. ഇതിപ്പോൾ എനിക്ക് 2-3 പോട്ടിൽ മാറ്റി വെച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ ആണ്ട് മാറ്റി വെച്ചപ്പോൾ ശരിക്കും തൈ എടുക്കാനും ഇപ്പോൾ പറ്റണുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നുള്ളത് ഞാൻ പറയാമേ. ഈ പ്ലാന്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മളെ കാലാവസ്ഥയായിട്ട് കുറച്ച് ദിവസം നമ്മൾ വച്ചിരുന്നിട്ട് മാത്രമേ നമ്മൾ വേറെ നമ്മളെ പോട്ട് മിക്സിലോട്ട് ഈ പ്ലാന്റ് പോട്ട് ചെയ്യാൻ പാടുള്ളൂ. കുറേ ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ചോട്ടിൽ നിന്നൊക്കെ നല്ല തൈകൾ നമുക്ക് പൊട്ടി വന്നു തുടങ്ങും. അപ്പോഴും നമ്മളിങ്ങനെ മാറ്റി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ഈ പ്ലാന്റ് നശിച്ചു പോകില്ല, നന്നായിട്ട് പിടിച്ച് കിട്ടും. അങ്ങനെ ഇതുപോലെ 2 ചട്ടിയിൽ എനിക്കുണ്ട്. രണ്ടും അതിൽ ഫ്ലവറായില്ല, ഇതിലാണ് ഫ്ലവറായത്. അപ്പോൾ ഇതുപോലെ നിറയെ അതും ഇതുപോലെ പിടിച്ച് കിട്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന ഉടനെ നമ്മൾ നട്ടുമ്പോഴാണ് നമുക്ക് പ്ലാന്റ് നശിച്ചു പോകണം. നമ്മളെ കാലാവസ്ഥയായിട്ട് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് നല്ല ഇതായതിന് ശേഷം മാറ്റി നടുമ്പോൾ നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ രീതി, നമുക്ക് എൻ്റെ ഒരു ചെറിയ കട്ടിങ് ഇതുപോലത്തെ ഒരു ചെറിയൊരു കട്ടിങ് നമ്മൾ ഇതിൽ നിന്ന് കൊണ്ടുവരുമ്പം തന്നെ നമ്മൾ ഏത് പ്ലാന്റ് വാങ്ങിച്ച് കൊണ്ടുവന്നാലും ഇതിൻ്റെ കട്ടിങ് അപ്പം തന്നെ ഒരെണ്ണം എടുത്ത് നമ്മൾ മാറ്റി പിടിപ്പിക്കേണ്ട രീതി എന്ന് വെച്ചാൽ നമ്മൾ ചെളി മണ്ണിലൊക്കെ വയ്ക്കുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് അഴുകിപ്പോവും. നമുക്ക് മണലിലാണ് കുത്തി വെക്കേണ്ടത്. മണലിൽ മാത്രം എടുത്തിട്ട് ഇത് നട്ട് വെച്ചിട്ട് എവിടെയെങ്കിലും നല്ല ഷെയ്ഡുള്ള ഭാഗത്ത് തണലത്ത് തന്നെ ഈ പ്ലാന്റ് വയ്ക്കണം. വെച്ച് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇതിൽ നമുക്ക് നല്ല റൂട്ട് വരും. അഥവാ നമ്മളിൽ നിന്ന് മദർ പ്ലാന്റ് പോയാലും നമുക്ക് സങ്കടം വരില്ല. നമുക്ക് ഇതെങ്കിലും പിടിച്ച് കിട്ടിയതുണ്ടല്ലോ. 2-3 ശിഖരങ്ങളിങ്ങനെ കട്ട് ചെയ്തെടുക്കാറുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും പ്ലാന്റ് നമുക്ക് പിടിപ്പിച്ചെടുക്കാം. ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൽ ഇങ്ങനെ വരില്ല. നമ്മൾ വാങ്ങിച്ചെടുക്കുമ്പോൾ തന്നെ പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ തന്നെ നല്ല ആരോഗ്യമുള്ളത്, നല്ല ഹെൽത്തി ആയിട്ടും ഇതുപോലെ ചുവട്ടിലൊക്കെ ഇതുപോലെ തൈ പൊട്ടി വരാറായതും ശിഖരങ്ങളതുള്ളതും നോക്കി തന്നെ വാങ്ങിക്കണം. അപ്പോൾ നമുക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്കത് മാറ്റി പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് ചെയ്യണം. അപ്പോൾ നമ്മളെ മുറ്റത്തും നല്ല നിറയെ ഹാരജമന്തി ഫ്ലവർ പൂത്ത് നിൽക്കും. ചിലയിടങ്ങളിൽ ജമന്തി എന്നാണ് ഇതിനെ പറയണം. നല്ല ഭംഗിയായിട്ട് ഇത് ഈ ഒരു ചെടിയെല്ലാം പൂത്ത്, ഈ റെഡ് പൂത്ത് ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മളേലും പിടിച്ച് കിട്ടില്ല. നമുക്ക് സാധാ നാടൻ മഞ്ഞയും വൈറ്റും ഒക്കെ അല്ലേ ഉള്ളൂ. നമ്മളെ കയ്യിലൊന്നും ഇതില്ലാത്തതാണ്. ഇതിപ്പോൾ ഫ്ലവറായപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണം. ഓക്കേ.